ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, നിങ്ങളെ ഏവരെയും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വലിയ നോയമ്പിന്റെ 39ാമത്തെ ദിവസമായി ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ധൈര്യമില്ലാത്തവർക്ക് പ്രചോദനം നൽകുക എന്നതാണ്. 27-ാം സങ്കീർത്തനം 14-ാം വാക്യം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം കാണുന്നു: യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ചുമതലയിൽ വരുന്ന സൽഗുണമായി തീർന്ന ഒന്നാണ് പ്രചോദനം നൽകുക എന്നത്. ജീവിതത്തിലെ വെല്ലുവിളികളെ ഉറപ്പോടെ അതിജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ധൈര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഈ ധൈര്യം പലരിലും കാണപ്പെടാത്ത ഒരു വസ്തുതയാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ ശത്രു ഭയം ആണെന്നുള്ള വിവരം നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയുവാൻ സാധിക്കും. ആയതിനാൽ ധൈര്യമില്ലാത്തവന് ധൈര്യം പകരുക, പ്രചോദനം നൽകുക എന്നത് ഓരോ മനുഷ്യരിലും അന്തർലീനമായിരിക്കേണ്ട ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ധൈര്യം പകരുന്നതിനായി നാം യേശുവിലൂടെ ആ വ്യക്തിയെ സഞ്ചരിപ്പിക്കേണ്ടത് ആവശ്യം ആണ്. യേശുവാകുന്ന മതിലുകൾ തനിക്ക് ചുറ്റും കെട്ടി തന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നവന് ഒരിക്കലും ധൈര്യം ഇല്ലാതെ വരികയില്ല. അവന് ഒരിക്കലും ഭയം ഉണ്ടാകുകയില്ല. ആത്മവിശ്വാസമാണ് ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ടത്. അതെ, എനിക്ക് ഇന്നതൊക്കെ ചെയ്യുവാൻ സാധിക്കും, ദൈവം എന്നോട് കൂടെ ഉണ്ട്, അവൻ എൻ്റെ രക്ഷകനാണ്, ആയതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു ചിന്ത ആരുടെ മനസ്സിലുണ്ടോ അവർക്ക് ധൈര്യമുണ്ടാകും. 23-ാം സങ്കീർത്തനം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ 6 വാക്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് നാം ആ സങ്കീർത്തനം ഉരുവിടുമ്പോൾ നമുക്ക് ആ പ്രചോദനം നമ്മുടെ ഉള്ളിലുണ്ടാകും, ധൈര്യം നമ്മൾക്കുണ്ടാകും, പ്രത്യാശ നമ്മളിലുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉദാഹരണം, ഇസ്രായേല്യർ യോർദാൻ നദി കടന്ന് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് മോശ അവരോട് പറഞ്ഞത്: ബലവും ധൈര്യവുമുള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്, നിന്റെ ദൈവം തന്നെ നിന്നോടുകൂടെ പോരുന്നു എന്നാണ്. ഇത് വലിയ ഒരു പ്രചോദനമായിരുന്നു. ഉദാഹരണത്തിന് ഒരു സ്ത്രീയുടെ കാര്യം പറയാം. ധീരയായ മർത്തസ്മിനി എന്ന ആ അമ്മയുടെ സ്മരണ. യഹോവയ്ക്ക് വേണ്ടി നിലകൊണ്ട് ധൈര്യപൂർവ്വം മരണം വരിച്ച അമ്മയെയും 7 മക്കളെയും സംഭവം നമുക്ക് ഒന്ന് ഓർക്കാം. അപ്പോക്രിഫ ഗ്രന്ഥത്തിൽ 2 മക്കാബിയുടെ പുസ്തകത്തിൽ ഇത് നാം കാണുന്നുണ്ട്. ക്രിസ്തു വർഷത്തിന് 161 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ ക്രൂര പീഡനങ്ങളെ സധൈര്യം ചേർത്ത ധീരയായ വനിത, ആ വനിതയുടെ പേരായിരുന്നു സ്മുനി. യഹോവയുടെ കൽപ്പനയ്ക്ക് എതിരായുള്ള പന്നിമാംസത്തെ ഭക്ഷിക്കുവാൻ ആവശ്യപ്പെട്ട രാജാവ്. എന്നാൽ സ്മുനി എന്ന വനിതയും 7 മക്കളും ഗുരുവായ ഏലിയാസറും അതിനെ നിഷേധിക്കുന്നതായിട്ടാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. തന്റെ ഓരോ മക്കളെയും തിളക്കുന്ന എണ്ണയിലിട്ട് കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ ആ ധീരയായ വനിത മക്കൾക്ക് നൽകുന്ന ധൈര്യവും പ്രചോദനവും ശ്രദ്ധേയമാണ്. യഹോവയ്ക്ക് വേണ്ടി 7 മക്കളും മരണം വരിക്കുമ്പോൾ ധൈര്യപൂർവ്വം അതിനെ കണ്ട അമ്മയും മരണം വരിക്കുന്നതായി ഈ ഭാഗത്ത് നമ്മൾ കാണുന്നു. ആ അമ്മയുടെ നാമത്തിൽ പല പള്ളികളും ഇന്ന് മലങ്കര സഭയിൽ ഉയർന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതിന് നമുക്ക് കിട്ടുന്ന ആ ധൈര്യം എന്ന് പറയുന്നത് ദൈവികമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് അവർക്ക് ഇഷ്ടം ആയിരിക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ നമുക്ക് ഒരു മാതൃകയായി ജീവിക്കുന്നതിന് സാധിക്കും. സത്യം എന്നും ജയിക്കും, പക്ഷേ താമസമുണ്ടായേക്കാം എന്നുള്ള സത്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മാതൃകയായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിത ശൈലികൾക്ക് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. അത് സാധാരണക്കാരനെ കൊണ്ട് പറ്റില്ല, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അത് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ പിതാക്കന്മാർ അത് നമ്മളെ കാണിച്ചു തന്നിട്ടുമുണ്ട്.
യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് അതിൽ കാണാവുന്ന ഒരു ഭാഗമുണ്ട്. അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്നാണ് യിരെമ്യാവ് ഇവിടെ നിലവിളിക്കുന്നത്. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്. പിന്നെ യഹോവ കൈനീട്ടി യിരെമ്യാവിന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു എന്ന് അവനോട് പറയുന്നതായി ഈ യിരെമ്യാവ് പറയുന്നു. നോക്കുക, നിർമൂലമാക്കുന്നതിനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും നിന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മാതൃകാപരമായ ജീവിതം നമുക്ക് കാഴ്ചവെക്കുന്നതിന് ഇടയാകുന്നതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ മാത്രമേ നമുക്ക് വഴി തെറ്റുന്നവരെ നേർവഴി കാണിക്കാൻ ധൈര്യമില്ലാത്തവർക്ക് പ്രചോദനം നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഇത് കൃത്യമായി മനസ്സിലാക്കി എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും നല്ലതിനെ എല്ലാറ്റിനെയും ശോധന ചെയ്യുകയും നല്ലതിനെ മാത്രം മുറുക്കെ പിടിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിന് ഈ വലിയ നോയമ്പിന്റെ 39-ാമത്തെ ദിവസം അത് ഉപകാരമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളിൽ നിന്നും വിരമിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.